നമസ്കാരം. ഇത്രയും കാലം, അതായത് 9 വർഷത്തോളം നിങ്ങൾ എന്നെ വലിച്ചു കീറി ഒട്ടിച്ചോ, ഇനിയെങ്കിലും ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അതായത് 8 വർഷത്തെ കാത്തിരിപ്പ്, ഇപ്പോൾ ഒരു വിധി വരുന്നു. ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ വിധി വരികയാണ്. മാധ്യമങ്ങളടക്കം ദിലീപ് അകത്തേക്കാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ദിലീപിന്റെ പിന്നാലെയാണ്. ആ മാധ്യമങ്ങളുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ഒരു ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ദിലീപിന് ഒരിക്കലും ഈ പറയുന്നത് പോലെ ജയിലിൽ പോകേണ്ടി വരില്ല എന്നുള്ളൊരു സാധ്യത. എന്ത് തോന്നുന്നു ചേച്ചി വിധി കേൾക്കുമ്പോൾ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ജലീബിന് ജയിലിൽ പോകേണ്ടി വരില്ല എന്നുള്ളത്. കാരണം അതിനുള്ള വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ശരിക്കും ഇതിൽ ഏറ്റവും അധികം വലിയ നൂലിന്മേലുള്ള കളി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതായിരുന്നു ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത്. ബി രാമൻപിള്ള എന്ന വക്കീലിന്റെ അപാരമായിട്ടുള്ള ബുദ്ധിവൈഭവം ഇതിനകത്ത് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയേറെ കേസ് നീട്ടിവെച്ച് വിചാരണ നീട്ടിവെക്കാനുള്ള ഒരു സാമർഥ്യം തന്നെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെയാണ് 100% അർഹതപ്പെട്ടതാണ് ഈ ഒരു വിജയം. ഒരുപക്ഷെ മറ്റേതെങ്കിലും അഡ്വക്കേറ്റ് ദിലീപിന് വലിയ ശിക്ഷയൊന്നും ഇല്ലെങ്കിൽ ഒരു 3-4 വർഷമൊക്കെ തടവിനുള്ള ശിക്ഷയൊക്കെ കിട്ടേണ്ടുന്നതായിരുന്നു, പാളിപ്പോയിരുന്നുവെങ്കിൽ. കാരണം ഇതിനകത്ത് നിരവധി തെളിവുകളാണ്. നേരത്തെ പറഞ്ഞോണം, ഏകദേശം 261 സാക്ഷികൾ, 438 ദിവസം, 833 രേഖകൾ, 142 തുണ്ടി മുതലുകൾ, 28 പേര് ഇതിനിടയിൽ കൂറുമാറി. ഇത് ഒരു വലിയൊരു കേസ്, ഒരു വിധി തന്നെയാണ്. കാരണം ഇത്രയേറെ ദൈർഘ്യമേറിയ ഒരു വിധി പ്രസ്താവം ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏത് സാധ്യതയിലും ദിലീപിന് ഒരുപക്ഷെ വഴിതിരിഞ്ഞ് പോവാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ ഞാൻ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ പൾസർ സുനിയുടെ അതിബുദ്ധിയാണ് ദിലീപിനെ രക്ഷിച്ചത് എന്ന് തന്നെ ഞാൻ പറയും. പലപ്പോഴും പൾസർ സുനി ദിലീപിനെ പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ചില മാധ്യമങ്ങളെ ഇന്ന് ദിലീപ് പരാമർശിച്ചിട്ടുണ്ട്. ആ മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ കോടതി വിധി ഇടയ്ക്ക് അത് ആരും അധികം പറയത്തില്ല. റിപ്പോർട്ടർ ചാനലിനടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട മാധ്യമ വിചാരണ നടത്തരുത് എന്ന് കോടതി വിധിയുണ്ട്. അത് മറികടന്ന് പലപ്പോഴും പൾസർ സുനിയുടെ ഇത് ഒളിക്യാമറ വെച്ച് ഇതെടുക്കുന്നു, പൾസർ സുനിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ വരുന്നു, ദിലീപിനെ അങ്ങ് വലിയ രീതിയിലാക്കുന്നു. ഇത് പലതരത്തിൽ 1-2 മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ്. അപ്പോഴും മൗനമായിട്ടിരിക്കുന്ന ദിലീപ്, ഒരുപക്ഷെ ജനപ്രിയ നായകൻ, തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഗ്രോത്ത് ഉള്ള ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടായത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി വരുമ്പോൾ അദ്ദേഹത്തിന്റെ 9 വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കരിയറാണ് ഒരുപക്ഷെ ഇതുമൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇനി സുപ്രീം കോടതിയിൽ പോകാൻ പോവുകയാണ്. എന്റെ കരിയർ നശിപ്പിച്ച, എന്റെ ജീവിതം നശിപ്പിച്ച, എന്നെ മാനസികമായി തളർത്തിയ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുറകെ ചരട് വലിച്ചിട്ടുള്ള, എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള എല്ലാവർക്കുമെതിരെ ഞാൻ ഇനി അങ്ങോട്ട് കൊടുക്കുകയാണ് കംപ്ലൈന്റ് എന്നുള്ള രീതി ഇന്ന് ദിലീപൻ പറയുന്നുണ്ട്. ഒപ്പം അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് പറയുന്ന വക്കീൽ പറയുന്ന ഹൈക്കോടതിയിലേക്ക് പോകും. ഇവിടെ എന്താണ് പറ്റിയത്? അപ്പോൾ ഇതാരാണ് ഗൂഢാലോചന നടത്തിയത്? പൾസർ സുനിക്കും ഈ നടിക്കുമുള്ള പ്രശ്നം എന്താണ്? പൾസർ സുനി എന്തിനാണ് നടിയോട് കാണിച്ചത്? ഇതൊക്കെ ഇപ്പോഴും എന്താ പറയുക, അറിയപ്പെടാത്ത കാര്യമായിട്ട് പോവുകയാണ്. ഇതുവരെ ഗൂഢാലോചന ദിലീപാണ്, അതിനൊരു കാരണം ഇതാണ്, തന്റെ ജീവിതം നശിപ്പിച്ച അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടുള്ള ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യമാണ് ദിലീപ് ഇത്തരത്തിലുള്ള ഇത് കൊടുത്തത്, കൊട്ടേഷൻ കൊടുത്തത് എന്നൊക്കെ നിരൂപിച്ചിരുന്ന ഈ 8 വർഷത്തിന് ശേഷം ദിലീപ് കുറ്റവിമുക്തനാക്കും വീണ്ടും അവിടെ ഒരു ചോദ്യം ഉയരുകയാണ്, എന്തിന് പൾസർ സുനി ഇത് ചെയ്തു? അല്ലെ, ഈ ചോദ്യം വീണ്ടും ഉയരുകയാണ്. ആര് കൊട്ടേഷൻ കൊടുത്തു? ആര് ഗൂഢാലോചന നടത്തി? അങ്ങനെയെങ്കിൽ പൾസർ സുനിയും ഈ നടിയുമായുള്ള ബന്ധം എന്ത്? ഈ നടിയെ ആക്രമിക്കാനുള്ള പൾസർ സുനിയുടെ വൈരാഗ്യത്തിന്റെ ബുദ്ധിയുടെ പിന്നിലെന്ത്? ഇതൊക്കെ ഇനി വീണ്ടും തെളിഞ്ഞു വരുന്ന ചോദ്യങ്ങളാണ്. ഇതിന് ഉത്തരമില്ല. ഇതിന് ഉത്തരം ഇനി പൾസർ സുനിക്ക് മാത്രമേ ഉള്ളൂ. പൾസർ സുനി പറയുന്നത് അത്രയും കള്ളത്തരമാണ്. എന്ത് വാ തുറക്കുന്ന എല്ലാം കള്ളത്തരമായിട്ടാണ് വരുന്നത്. ഒരു വട്ടം ഇത് പറയും, ഒരു വട്ടം അനുകൂലിച്ചും, ഒരു വട്ടം ഇതും വരും. ഇത് തന്നെയാണ് ദിലീപിനെ ഇന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, പ്രോസിക്യൂഷൻ വല്ലാണ്ട് ഈ ഗൂഢാലോചനയുടെ തെളിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ തെളിവ് നശിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ള ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രോസിക്യൂഷൻ അത് കോടതിയിൽ സമർപ്പിക്കാൻ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിധി പ്രസ്താവത്തിൽ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് മുന്നോട്ട് തന്നെ പോകും. പക്ഷേ പ്രോസിക്യൂഷന് വല്ലാത്ത പരാജയം സംഭവിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന് ഇതിന്റെ ഗൂഢാലോചനയുടെ പിന്നിലുള്ള പല തെളിവുകളും കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതുപോലെ തെളിവ് നശിപ്പിക്കൽ അടക്കം ദിലീപ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ഇത് നടത്താൻ അത് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്, ദിലീപും പൾസർ സുനിയുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റ് ബന്ധം, ഈ പണം ഇടപാട് 1 ലക്ഷം രൂപ പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 2015 വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈ ദിലീപിന്റെ കമ്പനി, സിനിമാ കമ്പനി വഴി
വഴിയുള്ള ഇതാണ്. കാരണം ഇവര് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ദിലീപിന് അത് ഓവർകം ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്ത് അതിനെ ബാധിക്കാൻ പറ്റും. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഇടപാട് നടത്തുന്നത് എന്റെ കമ്പനി ത്രൂ ആണ്. അപ്പം പൾസർ സുനിയുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. അതാണ് ഈ കോടതിയിൽ ഇന്ന് ദിലീപിന് കിട്ടിയ വിജയം. ഒരു പക്ഷേ ദിലീപ് തെറ്റുകാരനല്ലായിരിക്കാം. 9 വർഷം അദ്ദേഹം ഇന്ന് വികാരാധീനായിട്ടാണ് പറഞ്ഞത്. ഒരു പക്ഷേ തെറ്റുകാരനല്ലെങ്കിൽ 9 വർഷം ഒരു മനുഷ്യനെ മാധ്യമ വിചാരണ ചെയ്ത് ക്രൂശിച്ചു എന്നൊരു കുറ്റമാണ് ഇപ്പോൾ ജനസമൂഹം ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുണച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ദിലീപ് തെറ്റുകാരനല്ലായിരിക്കാം, ഒരുപക്ഷെ ഗൂഢാലോചന നടത്തിയിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ പൾസർ സുനി മാത്രം എടുത്തിരിക്കുന്ന ഒരു കൊട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾസർ സുനിക്കോ ഈ നടിക്കോ എതിരെ ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ ദിലീപ് മഞ്ജു വാര്യർക്കെതിരെയും പറയുന്നുണ്ട്. മഞ്ജു വാര്യരുടെ ഒരു മൊഴി തന്നെയാണ് തന്നെ ഇത്രയേറെ കുടുക്കിയത് എന്നുള്ളത്. അതാണ് ഇന്നേ വരെ ദിലീപ് മഞ്ജുവിനെതിരെ ആദ്യമായിട്ടാണ് മഞ്ജു വാര്യർക്കെതിരെ വലിയൊരു പരാമർശം ദിലീപ് നടത്തുന്നത്. തന്റെ ജീവിതം നശിപ്പിക്കാനുള്ള കാരണം മഞ്ജു വാര്യർ തന്നെയാണെന്ന് പരോക്ഷമായിട്ട് ദിലീപ് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ. കാരണം മഞ്ജു വാര്യരുടെ ഒറ്റ മൊഴിയാണ് ദിലീപിനെ ഇത്രയേറെ കുടുക്കി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. മഞ്ജു വാര്യർ പറഞ്ഞത് തങ്ങളുടെ ജീവിതത്തിനിടയിൽ സംഭവിച്ചത് ആ നടി ഇത്തരത്തിൽ എന്നെ വന്ന് അറിയിച്ചത് ദിലീപിന് വലിയ രീതിയിൽ നടിയോട് ദേഷ്യമുണ്ടാകുകയും വൈരാഗ്യമുണ്ടായി എന്ന് ആദ്യ ഭാര്യ പറയുമ്പോൾ അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ദിലീപിനെ കൊണ്ടുപോവുകയാണ്. മാത്രമല്ല ഇത് പല പോലീസ് മേധാവികൾ ഇതിനിടയ്ക്ക് നിന്ന് പലരും ചരട് വലിച്ച് ഗൂഢാലോചന നടത്തി തന്റെ കരിയറിനെ നശിപ്പിക്കാൻ, തന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഇനി അവർക്കെതിരെ ഞാൻ തിരിയുമെന്ന് ദിലീപ് പറയുന്നു. ഒരു പക്ഷേ ദിലീപിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ അത് ദിലീപ് തെളിയിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം. കാരണം ഒരു മനുഷ്യൻ ഒരാഴ്ച മുഴുവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു മകളുണ്ട്, ഒരു കുടുംബമുണ്ട്, അല്ലെ? ഇതൊക്കെ തകർത്തെറിയാൻ തക്ക രീതിയിൽ ആരാണ് ഗൂഢാലോചന നടത്തി? ഇതൊക്കെ ഇനി തെളിയിക്കേണ്ടത്. ഒപ്പം മറുവശത്ത് അതിജീവിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് എന്തിനാണ് പൾസർ സുനി ഇത്രയേറെ ഒരു ക്രൂരകൃത്യം ആ പെൺകുട്ടിയോട് ചെയ്തത്? അതും തെളിയിക്കപ്പെടണം. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അതാണ് തെളിയിക്കേണ്ടത്. കാരണം ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഗൂഢാലോചന മാറ്റി നിർത്തി. അങ്ങനെയാണെങ്കിൽ പൾസർ സുനിക്ക് നടിയോടുള്ള വൈരാഗ്യം സ്വമേധ എങ്ങനെ ഉണ്ടാകും? അതോ മറ്റാരെങ്കിലും ദിലീപിനെ കുരുക്കാൻ വേണ്ടി പൾസർ സുനിയെ ഉപയോഗിച്ചതാണോ? ഇതൊക്കെ ഇനി തെളിയിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇനി സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ചരട് വലിച്ച ആ വമ്പന്മാർ അല്ലെ വമ്പത്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തൂക്കുകയറിൽ കൊണ്ടുവന്ന് ഇട്ടാണ്. കാരണം എത്ര പേരുടെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിജീവിതയ്ക്ക് ഇത്തരത്തിൽ ഈ ഇരയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പീഡനം പൾസർ സുനി ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൾസർ സുനിക്ക് മറ്റേതെങ്കിലും തരത്തിൽ കൊട്ടേഷൻ സിനിമാ മേഖലയിൽ നിന്ന്, അതായത് ദിലീപിന്റെ ശത്രുക്കള്, അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിന്റെ ജീവിതം നശിപ്പിക്കാനുള്ള മറ്റേതെങ്കിലും വ്യക്തികള്, അല്ലെങ്കിൽ ഈ പറയുന്ന സുനി ഡയറക്റ്റ് ഈ നടിയോട് ആക്രമിച്ചതാണോ? ഇതൊക്കെ നമ്മൾ ഇനി അവര് ആ ഗുണ്ടാ നേതാക്കന്മാരുടെ ഇടയിൽ മനഃപൂർവ്വം ഈ നടിയുമായിട്ട് എന്തെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നമുള്ളവര് തന്നെ ചേർന്നുള്ള കൊട്ടേഷൻ, സ്വമേധയെടുത്ത കൊട്ടേഷനാണോ? ഇതൊക്കെ ഇനി തെളിയിക്കേണ്ടതായിരിക്കും. ഇവിടെ ഇപ്പോഴും ഞാൻ പറയും, ഇത്രയും 8 വർഷം വിചാരണ നടത്തിയിട്ട് ഈ കേസിന്റെ തുമ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല, അല്ലെ? ഈ പീഡനം നടന്നു, ആ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നത് മാത്രമാണ് ഇപ്പൊ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു തെളിവ്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്ന് വീണ്ടും മാനിക്കപ്പെട്ടു. ഇതുവരെ ദിലീപ് എന്ന് പറയുന്ന ഒരു കാരണമായിരുന്നു ജനത്തിന്റെ മുമ്പിൽ. എന്തിനെന്നൊരു ചോദ്യം ഇപ്പൊ വീണ്ടും സമൂഹത്തിലേക്ക് ഉയരാം. ആര്, എന്തിന്, എവിടെ, എപ്പോൾ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആർക്കാണ് ഈ നടിയോട് ഇത്ര വൈരാഗ്യം? ആർക്കാണ് ഈ നടിയെ ഉപദ്രവിക്കേണ്ടുന്ന കാര്യം? അതോ ദിലീപിനെ തകർക്കാൻ വേണ്ടി നടിയെ ഉപയോഗിച്ചതാണോ? അല്ലെങ്കിൽ ദിലീപിനെ ജീവിതം, കരിയർ നഷ്ടപ്പെടുത്താനാണോ? അതോ മഞ്ജു വാര്യർ ദിലീപിന്റെ ഇടയിൽ മറ്റാരെങ്കിലും ചെയ്ത അക്രമമാണോ? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നടിയോട് ആരെങ്കിലും വൈരാഗ്യമുണ്ട്? ഇതൊക്കെ നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ ഇത്രയും നാൾ പോലീസ് അന്വേഷിച്ച കേസ് എവിടെ? ഒന്നുമില്ല, ശൂന്യതയിലേക്ക് പോകുന്നു, വീണ്ടും സീറോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിന്റെ ഒരു വല്ലാത്ത പതനമായി പോയത്. കേരള പോലീസിന്റെ ഒരു വല്ലാത്ത പതനമായി. കാരണം കേസ് അന്വേഷിച്ച് എല്ലാവരും വട്ടപൂജ്യത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതിന് സംഗതി നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പീഡനം നടന്നു, അതിക്രൂരമായ പീഡനം നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ ഇപ്പൊ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശരിക്കും. ഏറ്റവും അവസാനമായിട്ട്, അല്ലെങ്കിൽ കേസിന്റെ വിധി വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിലേക്ക് കൂടെ നമുക്ക് കടക്കണം. അതായത് ദിലീപ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഒരു കേസിനെ കുറിച്ച് പൊതുവെ നമ്മൾ പറയുന്ന എന്താണ്, ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി ദിലീപോ അല്ലെങ്കിൽ മറ്റാരോ ഒരാൾ നടത്തിയിട്ടുള്ള ഒരു കൊട്ടേഷൻ റേപ്പാണ് ഇത് എന്നുള്ളത്. ഇന്നിപ്പോൾ ദിലീപ് പറയാണ് ഇത് കൊട്ടേഷൻ തന്നെയാണ്, നശിപ്പിക്കാൻ. ഒന്നുകിൽ
ദിലീപിന്റെ കരിയർ നശിപ്പിക്കാൻ, ദിലീപ് എന്ന പവർ മാനെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുപക്ഷെ മറ്റാരോ നടത്തിയ കൊട്ടേഷൻ, ഗൂഢാലോചന, അല്ലെങ്കിൽ നടിയോട് ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പൾസർ സുനിയും ഈ പറയുന്ന നടിയുമായി മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ, സ്വമേധയായിട്ടെടുത്ത കൊട്ടേഷൻ ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ പൾസർ സുനി എന്ന വൃത്തികെട്ടവൻ, അവൻ സ്വമേധയാ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ്, അവന് തോന്നി, അവന്റെ പ്രാന്ത് തോന്നി അവൻ ചെയ്തതാണ്. ഇതൊക്കെ ഇനി ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ ദിലീപ് ഉയർത്തുന്നത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി മനഃപൂർവ്വം എന്നെ ഇതിനകത്ത് ബലിയാടാക്കിയതാണ്. ഒരു പക്ഷേ അതിനെ ഈ പറയുന്ന നടിയെ ഉപയോഗിച്ച്, ഒന്നും അറിയാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ചതായിരിക്കാം ദിലീപിനെ തകർക്കാൻ. കാരണം ഈ മഴവിൽ മനോരമയുടെയൊക്കെ സെറ്റിലൊക്കെ വെച്ചിട്ട് ദിലീപ് മഞ്ജുവായിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് വന്ന സമയത്ത് ദിലീപ് ഇമോഷണൽ ആയിട്ട് പലപ്പോഴും പറഞ്ഞു, ഞാൻ അവളെ പച്ചയ്ക്ക് കുത്തും, ഞാൻ അവളെ സിനിമാ മേഖലയിൽ നിന്ന്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്, ആ മനുഷ്യന്റെ ജീവിതം നശിക്കുമ്പോൾ ഇന്ന ആള് കാരണമാണ് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതൊക്കെ കൊടുത്ത ഈ നടിയുടെ കൂടെയുള്ള കൂട്ടുകാർ അടക്കം മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം അവര് ഈ പറഞ്ഞതുപോലെ മൊഴി കൊടുത്തത് ഇത് ദിലീപ് പറയുന്നത് കേട്ടിട്ടാണ്. അപ്പൊ ദിലീപിന് ഇവരോട് ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്. പക്ഷെ ഞാൻ ആദ്യത്തെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞത് ദിലീപ് ഒരു നല്ല അച്ഛനാണ്. ആ മകൾ ഇപ്പോഴും ദിലീപിന്റെ കൂടാണ് നിൽക്കുക. പലപ്പോഴും ദിലീപ് മഞ്ജുവിനെ പറ്റി സംസാരിക്കുമ്പോഴും കാവ്യയെ പറ്റി സംസാരിക്കും വളരെ ബഹുമാനപൂർവ്വമാണ് സംസാരിക്കുന്നത്. സ്ത്രീകളെ അനാവശ്യമായിട്ട് ദിലീപ് ഇത് ചെയ്യുന്നത്, അതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു സാധാരണ ഒരു പുരുഷനെ പറ്റി നമ്മൾ ആലോചിക്കും, അവരുടെ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കും, ഒരു മകളെ വളർത്തുന്ന ഒരു അച്ഛൻ എങ്ങനെ മറ്റൊരു പെൺകുട്ടിയോട് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ കൊടുക്കുക? ഒരു സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കും, അതിന് വേണ്ടിയിട്ട് ദിലീപ് ഈ മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്ന വെച്ചാൽ ഞാൻ അത് വിശ്വസിക്കും. കാരണം ദിലീപ് ഭയങ്കര കൂർമ്മ ബുദ്ധിയുള്ള വ്യക്തിയാണ്. ദിലീപിന്റെ പവർ അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത്, ആ ഗ്രോത്തില് ആരെയും കയറ്റാനും ആരെയും ഇറക്കാനും അടിച്ചുവിടാനും ദിലീപിന് ആ ഒരു കഴിവ് മേഖലയിൽ അന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനേക്കാളും അപ്പുറം ഒരു എന്താ പറയുക, ഒരു ഏരിയ ദിലീപിനുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പക്ഷേ ഈ നടിക്കെതിരെ ദിലീപ് ചെയ്ത് ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഈ പറയുന്നോണം മറ്റെന്തെങ്കിലും തരത്തില് ചെറിയ എന്തെങ്കിലുമൊക്കെ കാണിച്ചേക്കാം. അല്ലാതെ അതിനപ്പുറം ദിലീപ് എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിയുള്ള നല്ല ബുദ്ധിമാനായ ദിലീപ് ചെയ്യില്ല. കാരണം അത് ഇയാളെ പോലുള്ള ഒരാളിനെ ഇങ്ങനെ നടുറോടിയിട്ട് ആ പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ബുദ്ധിമാൻ ചെയ്യത്തില്ല. ഇത് അവൻ കൊട്ടേഷൻ ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെന്തോ ഇതാണ്. കാരണം ദിലീപ് അങ്ങനെ ചെയ്യില്ല. ദിലീപ് ചെയ്തതിന് ഒരിക്കലും ഇത് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ നോക്കിക്കോണം, അടുത്ത ദിവസം എല്ലാത്തിനും പൊക്കിയെടുത്തില്ലേ പോലീസ്. അപ്പം ദിലീപിന് സ്വാഭാവികമായിട്ട് അറിയാം ഇത് ഇങ്ങനെ ഒരു നടത്തിയ നേരത്തെ എന്നെ നേരേക്ക് വരുമോ എന്നുള്ളത് അറിയാം. അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവനാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ചർച്ചയെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കുറ്റം ഇല്ല എന്നുള്ളത് ദിലീപിന് തെളിയിക്കുക ഈസിയാണ്. അത് ചിലപ്പോൾ കുറച്ച് നീട്ടി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇനി തെരഞ്ഞെടുക്കുന്നത്. ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൂടാ. കാരണം ഇങ്ങനെയൊക്കെ പലയിടങ്ങളിൽ വെച്ച് ദിലീപ് ഈ പറയുന്ന നടിയെ പറ്റി ഇങ്ങനെ കൊല്ലും തിന്നും, അല്ലെങ്കിൽ ഈ പറയുന്നോണം ഞാൻ അവളെ സിനിമ ഫീൽഡ് ഔട്ടാക്കും, ഇത് വെച്ചുകൊണ്ട് മറ്റാരെങ്കിലും ചെയ്ത ഗൂഢാലോചനയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും മഞ്ജുവിനെ വല്ലാണ്ട് ആദ്യമായിട്ടാണ് ദിലീപ് ഇത്തരത്തിൽ പരാമർശിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ കരിയറിനൊക്കെ ഗൂഢാലോചന നടത്തി എന്നുള്ള തരത്തിൽ മഞ്ജു അതിനകത്തുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയ ആ മനുഷ്യനെ ഇത്തരത്തിലാക്കിയെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വലിയൊരു വിജയമാണ്. അല്ലെ, ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ ഉടനെ തന്നെ റിലീസാകാൻ ഒരുപക്ഷെ വൻ ഹിറ്റ് ആയിരിക്കും. ദിലീപിന്റെ കണ്ടകശനിയോ ഒക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയും. ചിലപ്പോൾ കരിയറിൽ ഇതൊക്കെ ചിലപ്പോൾ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടങ്ങളൊക്കെ ആയിരിക്കാം. നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകട്ടെ അദ്ദേഹത്തിന്റെ. ഏതായാലും അദ്ദേഹത്തിന്റെ തെറ്റില്ല, അല്ല അദ്ദേഹം കുറ്റവിമുക്തനാണെന്ന് എന്നുള്ള കോടതി തെളിയിച്ചിരിക്കുന്നു. ഒപ്പം ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ നിയമ പോരാട്ടം തന്നെ, തനിക്കെതിരെ തന്റെ കരിയർ നശിപ്പിച്ചവർക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ പോവുകയാണ് എന്ന് ദിലീപ് പറയുന്നുണ്ട്. ഒപ്പം പ്രോസിക്യൂഷൻ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന കേസായതുകൊണ്ട്, പക്ഷെ അതിജീവിത പറയുന്നുണ്ട് എനിക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇനി ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ എന്ന് അതിജീവിത പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലേക്കൊക്കെ ഒരുപക്ഷെ ഹർജി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കേസ് വീണ്ടും നീളും. ഇപ്പോൾ സെഷൻ കോടതിയിലാണ് ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി നിയമയുദ്ധമുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും എനിക്ക് ഒരു കാര്യമുള്ളൂ, ആ പെൺകുട്ടിക്ക് നേരിട്ട ക്രൂരപീഡനം അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് പൾസർ സുനിയും കൊണ്ട് തന്നെ പറയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആര് എന്നുള്ളത്. ഇനി അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്, നീതിപീഠനത്തിനാണ്. ഇതുവരെ
നേരത്തെ പൾസർ സുനി പറഞ്ഞ ദിലീപാണ് ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നെ ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എങ്കിൽ ആര് എന്നുള്ളത് പൾസർ സുനിലിന്റെ അണ്ണാക്കിലിട്ട് വെട്ടിച്ചുകൊണ്ടാണ് പറയേണ്ടിയിരിക്കും. കാരണം ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു പീഡനം ഉണ്ടാവരുത്. കൃത്യമായി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നല്ല തക്ക ശിക്ഷ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന കോടതി. ഏതായാലും ഈ പറഞ്ഞതുപോലെ എത്രയും വേഗം പൾസർ സുനിയുടെ വായിൽ നിന്ന് തന്നെ ഇനിയെങ്കിലും നീതിപീഠം ഇത് ചുരണ്ടിയെടുത്തിരിക്കണം. ആ പെൺകുട്ടിക്കുണ്ടായ ഈ പീഡനത്തിന്റെ പിന്നാമ്പുറ കഥ എന്താണെന്നുള്ളത്. ദിലീപ് അല്ല എന്നുള്ളത് ഇപ്പൊ വ്യക്തമായിരിക്കുന്നു. ഇനി പിന്നിൽ ആര്? എന്തായാലും 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദിലീപ് അകത്തേക്കോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതാര് ചെയ്തു, എന്തിനു ചെയ്തു എന്നത് പോലീസിനെ വളരെയധികം നാണക്കേടുണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ആ ഒരു ഉത്തരത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ് ഇനി വരാനുള്ളത്, എന്തിന് ഇത് ചെയ്തു എന്നുള്ളത്.